നമസ്കാരം, എല്ലാവർക്കും സ്പേസ് ഗ്രേ ഡാറ്റ ആൻഡ് ഡിസൈൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം പഠിക്കുന്നത് ആൻഡ്രൂ ലൂമിസ് മെത്തേഡാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ക്ലാസ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് ഫേസ് പ്രപ്പോർഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൈഡ് ഫേസ് പ്രപ്പോർഷൻ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഈ സംഭവത്തിൻ്റെ ബേസിക്സ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഒരു ബോൾ ഷേപ്പ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇത് പോകും, സീം പോവും. ഈ സീം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കത് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മിഡിൽ ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു സൈഡിൽ ഇങ്ങനെ പോകുന്നതാണ് ബ്രോ ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് ബ്രോ ലൈൻ. അപ്പോൾ ഈ മിഡിൽ ലൈനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം. 1, 2, 3. ഓക്കെ. എന്നിട്ട് ഈ ബോർഡിനെ കട്ട് ചെയ്യുക. ബോർഡിനെ കട്ട് ചെയ്ത് ഹാഫ് ആക്കുക. ബോർഡിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്യുക. ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് 2 ആക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കാം. ഇത് കട്ട് ചെയ്ത് ഈ അകത്തെ ഭാഗം ഇല്ലാതാക്കുക. അപ്പോൾ അകത്തിങ്ങനെ ടൈം വരും. ഓക്കെ, ഇങ്ങനെയാവും ആ ബോർഡിൻ്റെ ആ ഷേപ്പ്. അപ്പോൾ ഇതാണ് ബേസിക് ഫേസ് പ്രപ്പോർഷൻ. ഫേസിൻ്റെ ജോയിങ്ങിന് വരും. ഇതാണ് ബേസിക് ഫേസിൻ്റെ ഷേപ്പ്. ഇതാണ് ഇതിന് ആൻഡ്രൂ ലൂമിസിൻ്റെ മെയിൻ ഐഡിയ ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കുരിശ് കൊടുക്കാം. ഇവിടെ ഒരു മൂക്ക്, ഇവിടെയാണ് ചിൻ ഷേപ്പ്. ഇത് നമുക്ക് എങ്ങനെയാണ് സൈഡ് പ്രപ്പോർഷൻ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫേസ് പ്രപ്പോർഷൻ വന്നിരിക്കുന്നത് 3 യൂണിറ്റ് 3.5 യൂണിറ്റുമാണ്. 3 യൂണിറ്റ് വിഡ്ത്തും 3.5 യൂണിറ്റ് ഹൈറ്റുമാണ് വന്നിരിക്കുന്നത്. ഇത് 3 യൂണിറ്റ്, ഇത് 3.5 യൂണിറ്റ്. അപ്പോൾ സൈഡ് ഫേസിൻ്റെ ആയി കഴിയുമ്പോൾ 3.5 യൂണിറ്റാണ്. 2 3.5 യൂണിറ്റാണ്. ഇത് 3.5 യൂണിറ്റാണ്. ഇത് 3.5 യൂണിറ്റാണ്. അപ്പോൾ ഇത് 3.5 യൂണിറ്റാണ് നമുക്ക് സങ്കല്പിക്കാം. ഇങ്ങനെയാണ് ഈ ഫേസ് ഷേപ്പ് വരുന്നത്. ഓക്കെ, ഇത് 3.5 യൂണിറ്റ്, ഇത് 3.5 യൂണിറ്റ്. അപ്പോൾ ഈ ഗ്രിഡ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഇപ്പോൾ ആദ്യം ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കുക. ഓക്കെ, ഇതിനെ നമുക്ക് 3 ആക്കേണ്ടതുണ്ട്. 1 ലെങ്ത് തന്നെ 1 കൊടുക്കുക. 2 ഇത് കഴിയുമ്പോൾ 3 ആവും. ഇതിൻ്റെ ഒരു ഹാഫ് ലെങ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ലൈൻ ഇങ്ങോട്ട് കൊടുക്കുക. ഈ ഒരു ലെങ്ത് തന്നെ ഇവിടെ കൊടുക്കുക. ആ ഒരു ലെങ്ത് ഇവിടെ കൊടുക്കുക. ആ ഒരു ലെങ്ത് ഇവിടെ കൊടുക്കുക. ഇത് 3 യൂണിറ്റായി. ഇവിടെ ആയിട്ട് വരും. ഇത് കുറച്ചുകൂടെ വലുതായിട്ട് വരും. ഏകദേശം 3 ആയി. ഇതിൻ്റെ ഒരു ഹാഫ് കൂടെ കൊടുക്കുക. 3.5 യൂണിറ്റ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ഹെഡ് കൺസ്ട്രക്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഹെഡ് സാധാ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഹെഡിൻ്റെ നേരത്തെ നമുക്കുണ്ടായിരുന്ന ആ ബോർഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ബാക്ക് സെക്ഷനിലാണ്. ഇതിൻ്റെ ബാക്ക് ഗ്രിഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് അത് 3 ഗ്രിഡ് വരും. ഈ ഹെഡ് ഫ്രണ്ട് ഫേസിലാണെന്നുണ്ടെങ്കിലും 3 ഗ്രിഡ് വരുമായിരുന്നു. ഫ്രണ്ട് പ്രപ്പോർഷനായിരിക്കുമ്പോൾ 3 ഗ്രിഡ് വരും. അത് അര ഗ്രിഡ് താഴെ പോവും. എന്നിട്ട് ഇത് ഫുള്ളായിട്ടുള്ള ഒരു ഗ്രിഡ് വരും. ഇങ്ങനെ വരും വിഡ്ത്തിൽ കൊടുക്കുമ്പോൾ. ഓക്കെ, ഇത് 3 യൂണിറ്റാണ് ഫ്രണ്ട് ഫേസിൽ. അതുപോലെ തന്നെ സൈഡിൽ കൊടുത്തു കഴിയുമ്പോൾ ഇത് 3 യൂണിറ്റ് വരും. അത് ഇവിടുന്ന് വരും.
3 യൂണിറ്റ്. നമുക്കൊന്നുകൂടെ ഡിവൈഡ് ചെയ്യാം സംഭവം. 1, 2, 3 ഇവിടെ ആയിട്ട് വരും. ഇതിനെ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്രിഡിനകത്ത് വരും ഹെഡ് ഷേപ്പ്, മറ്റേ നമ്മുടെ ബോൾ ഷേപ്പ് വരുന്നത് ആ ഒരു ഗ്രിഡ് വരും. അപ്പോൾ ഇതിൻ്റെ നടുക്കാണ് നമ്മൾ ബോൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെയായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോൾ ഷേപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രോ ലൈൻ ആയിട്ട് വരും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഹെയർ ലൈൻ ഇവിടെയായിട്ട് വരും. ഈ ഹെയർ ലൈനിൽ നിന്നൊരു യൂണിറ്റ്, ഇവിടെ നിന്ന് 2 യൂണിറ്റ്, പിന്നെ ചിഹ്ന് 3 യൂണിറ്റ്, ഇങ്ങനെ വരും യൂണിറ്റ്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് ഒരു കണ്ണം ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഐഡിയ. ഇതാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സംഭവത്തിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഇത് ഈ സൈഡിലായി കഴിയുമ്പോൾ ഹെഡ് ഷേപ്പ് ഇങ്ങനെ വരും, ഈ ഡിവിഷൻ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഈ സംഭവം. അപ്പോൾ സൈഡിലായി കഴിയുമ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ സംഭവം ഇങ്ങനെ വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യാം. ഈ സംഭവം ഇങ്ങനെ ഇവിടെ ആയിട്ട് വരും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതിപ്പോൾ സൈഡിലായി കഴിയുമ്പം ഫ്രണ്ട് പ്രൊജക്ഷൻ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഇപ്പോൾ സ്കൾഡ് ഷേപ്പും അതുപോലുള്ള കാര്യങ്ങളുമെല്ലാം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് തള്ളി വരും. ഇപ്പം മൂക്കിൻ്റെ ഭാഗം ഏകദേശം ഇവിടെ ആയിട്ട് വരും. മൂക്കിങ്ങനെ വരും. ഇങ്ങനെയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഈ പുസ്തകത്തിൽ. ഇവിടെ ആയിട്ട് വരും മൂക്കിൻ്റെ ഷേപ്പ്. കണ്ണിൻ്റെ ഭാഗമെല്ലാം ഇവിടെ ആയിട്ട് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് സംഭവം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈ സംഭവത്തിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഒരു സെക്ഷനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അല്ല, ഈ ഒരു സെക്ഷനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 1, 2, 3. ഓക്കെ, ഇതാണ് 3 ഭാഗം. അപ്പോൾ ഇവിടെ വരും ലിപ്സിൻ്റെ ഷേപ്പ് ഇവിടെ വരും, പിന്നെ ചിന്നിൻ്റെ ഷേപ്പ് ഇവിടെ വരും. ഇവിടെയാണ് ലിപ്സ് വരുന്നത്, ഇവിടെയാണ് ചിഹ്നം വരുന്നത്. നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. ഓലൈൻ ഇങ്ങനെ വരും. കണ്ണിങ്ങനെ വരും. ഇതാണ് നമ്മുടെ സ്കള്ളിൻ്റെ ഷേപ്പ്. ഇവിടെ ഒന്ന് കുറച്ച് താഴെയായിട്ട് വരും. ചെവി ഇങ്ങനെ വരും. ചെവി കുറച്ചുകൂടെ പുറകിലായിട്ട് വരും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാറ്റി വരയ്ക്കും. ചെവി നല്ല പുറകെ വരും കേട്ടോ.
അപ്പോൾ ഇത് ഇവിടെ കൊടുത്തിരിക്കും, നമ്മൾ ഏകദേശം കൊടുത്തേക്കുന്നത് ശരിയാണ്, പക്ഷേ നമ്മളെ മാർക്കറ്റിലേക്ക് ഓക്കെ. ഇത് ഹെയർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും, ഇങ്ങനെ വരും. അതാണ് സ്കള്ള്. ഈ സ്കള്ളിൻ്റെ ഷേപ്പ് നമ്മൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും. സ്കള്ളിന് കൂടി ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. ഏകദേശം തന്നെ ഇങ്ങനെ വരും. ഇപ്പോൾ ആൻഡ്രൂ ലൂമിസ് മെത്തേഡ് പഠിച്ച് എനിക്ക് സാധാ വരയ്ക്കാനുള്ള വഴി നഷ്ടപ്പെട്ടു എന്ന് എൻ്റെ സംശയം. ഇപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഏകദേശം തന്നെ ഇങ്ങനെ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് പ്രപ്പോർഷൻ. ഇപ്പോൾ ഞാൻ നേരത്തെ വരച്ചുകൊണ്ടിരുന്നത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ വരച്ചുകൊണ്ടിരുന്നത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായിരിക്കണമെന്നില്ല. അപ്പോൾ ഈ പ്രപ്പോർഷൻ അനുസരിച്ച് വരയ്ക്കുക. പ്രപ്പോർഷൻ അനുസരിച്ച് വരയ്ക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് മനസ്സിലാവുമ്പോൾ അവന് കാര്യങ്ങളൊക്കെ അറിയാം. ഇവനാണെന്നുണ്ടെങ്കിൽ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോബും അതുപോലുള്ള കാര്യങ്ങളും കിട്ടാനാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഈ പ്രപ്പോർഷൻ അനുസരിച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ. അതായത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, നിങ്ങൾ ഈ കാര്യം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെസ്സ് കളിക്കുന്ന പോലെ തന്നെ, ഇപ്പോൾ ചെസ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിനോദത്തിന് കളിക്കുന്നവരുണ്ട്, വളരെ സീരിയസ് ആയിട്ട് കളിക്കുന്നവരുണ്ട്. അത് സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്കാണ് അതിനകത്ത് പ്രയോജനം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഈ സംഭവം. നമ്മളിത് സീരിയസ് ആയിട്ട് എടുക്കുക. സീരിയസ് ആയിട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസും ജോബും കാര്യങ്ങളൊക്കെ കിട്ടും. അത് നിങ്ങൾ ഹോബിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ സീരിയസ് ആയിട്ടാണ് നോക്കുന്നത്. ഞാൻ സീരിയസ് ആണ്, അപ്പോൾ നിങ്ങളും സീരിയസ് ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രപ്പോർഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആൻഡ്രൂ ലൂമിസ് പ്രപ്പോർഷൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, മിസ്റ്റേക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് ഇവിടെ ഈ ഭാഗം ഇവിടുന്ന് കറക്റ്റായിട്ട് പോകണം. ഉണ്ടല്ലോ ഈ ഒരു സെക്ഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ഈ സെക്ഷനല്ലേ, ഈ ഒരു സെക്ഷനെ വീണ്ടും 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റാണ്. ഈ ഒരു പോയിന്റ് വന്നിരിക്കുന്നത് കറക്റ്റാണ്. കണ്ണിൻ്റെ പോയിന്റ് കറക്റ്റല്ല. കണ്ണിൻ്റെ പോയിന്റ് വന്നിരിക്കുന്നത് കുറച്ചുകൂടെ ബാക്കിലായിട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് വരും, ഇവിടെയായിട്ട് വരും കണ്ണിൻ്റെ പോയിന്റ്. അല്ല, ഇതിങ്ങനായിട്ട് വരും കണ്ണിൻ്റെ പോയിന്റ്. പിന്നെ ഈ സംഭവം ഇത് ഫുള്ളായിട്ട് ഇങ്ങനെയാണ് കൊണ്ടുപോകും. അപ്പോൾ താടി ഇത്ര എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ 3 ഡിവൈഡ് ചെയ്ത വരുന്നത് കറക്റ്റായിട്ട് പോകും. അവിടെ നിന്നാണ് വരേണ്ടത്. ഇവിടെയാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് പോകുന്നിടത്ത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരും.
അപ്പോൾ ഇങ്ങനെയാണ് അത് പോയിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം ഞാനപ്പം ഞാൻ കാണുന്നതുകൊണ്ട് പറയുകയാണ്, ഈ വരപ്പാടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കമ്മ്യൂണിറ്റിയും അതുപോലെ കാര്യങ്ങളൊക്കെ കാണും. അവിടെ ചെന്ന് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചുമ്മാ കമ്പനി അടിച്ച് ഈ നിങ്ങളുടെ ആ ഉള്ളിലുള്ള സ്പാർക്ക് കളയരുത്. കാരണം ഈ വരയെന്ന് പറയുന്നത് ഒരു സോളിറ്റ്യൂഡും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ വേണ്ട ആവശ്യമുള്ള സംഭവങ്ങളാണ്. മാത്രമാണ് നിങ്ങളെ ഇടപെടുന്നതും. ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നവരോട് മാത്രമേ നിങ്ങൾ ഇടപെടാവൂ. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പോൾ ആരെങ്കിലും കളിച്ചിരിച്ച് എത്തി പറഞ്ഞാൽ ഇതിനെ സീരിയസ് അത്രയും സീരിയസ്നെസ്സോടുകൂടി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഇടപെടാതിരിക്കുക. അതാണ് എൻ്റെ വേറൊരു കാര്യം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ സംഭവം ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ഇവിടെ ആയിട്ട് വരും കേട്ടോ, ഈ ഒരു സെക്ഷനായിട്ട് വരും. ഇവിടുന്ന് വരും, ഇവിടെ വരും ചെവിയിൽ നിന്ന് ഇങ്ങനെയാണ് താടിയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഇതാണ് കറക്റ്റ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇതാണ് ഈ സൈഡ് ഫേസിൻ്റെ പ്രൊപ്പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇത് കണ്ടില്ലേ, ഈ കണ്ണിൻ്റെ ആ ഒരു ലൈനിൻ്റെ താഴെയായിട്ട് വരും, കണ്ണിൻ്റെ ഈ ഒരു ഡയഗണലിൻ്റെ താഴെയായിട്ട് വരും ലിപ്സിൻ്റെ അറ്റത്തുള്ള സംഭവം. കണ്ടല്ലോ, അങ്ങനെ വരും. അപ്പോൾ അതാണ് ഫേസിൻ്റെ പ്രൊപ്പോർഷൻ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പരമാവധി ഇദ്ദേഹം ഈ കൊടുത്തിരിക്കുന്ന ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ വരയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ സംഭവം മനസ്സിലാവും. അപ്പോൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പുസ്തകം റിവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നിട്ട് കാര്യമില്ല, അത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പം പരമാവധി നമ്മൾ പുസ്തകത്തിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് പ്രൊവിഷൻ്റായി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായിട്ടുള്ള മോഡിഫിക്കേഷനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം പുസ്തകത്തിൽ നിന്ന് അതുപോലെ തന്നെ പകർത്താൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ യൂണിറ്റ്സും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സ്വയമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ സൈഡ് ഫേസ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആൻഡ്രൂ ലൂമിസ് മെത്തേഡ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത തവണ. നന്ദി, നമസ്കാരം.